عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ومن يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكون خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون. صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനായ നാഥൻ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് പാലിച്ച് മുത്തഖീങ്ങളായി തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, സ്നേഹത്തിൻ്റെ ഭാഷയിൽ വിരോധിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പുണ്യം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല യാതൊരു ഇടതടവും കൂടാതെ സ്വീകരിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ പരിശുദ്ധ റമദാൻ പടിവാതിൽക്കലെത്തി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ശഅബാൻ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയിൽ, അവസാനത്തെ ജുമായിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട്, അള്ളാഹുവിൻ്റെ അപാരമായ റഹ്മത്ത് കൊണ്ട് മറ്റൊരു റമദാനെ കൂടി സ്വീകരിക്കുവാനും മറ്റൊരു റമദാന് കൂടി സാക്ഷിയാകുവാനും നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാൻ ഒരുപാട് അവസരങ്ങളുമായി, അകന്നുപോയ മനസ്സുകൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കുന്നതിനുള്ള സാധ്യതകളുമായി നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താണ് പരിശുദ്ധ റമദാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പരിവർത്തനം, അല്ലെങ്കിൽ എന്താണ് റമദാനിലെ നോമ്പ് കൊണ്ട്, സിയാമ് കൊണ്ട് ആത്യന്തികമായി നമ്മൾ ആർജിച്ചെടുക്കേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. ഒന്നാമതായിട്ട് പഠിപ്പിക്കുന്നത് തഖ്വയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമ കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് ആത്മനിയന്ത്രണമാണ്, തസ്കിയത്തുൻ നഫ്സാണ്, ആത്മസംസ്കരണമാണ്. ഒരു മനുഷ്യൻ്റെ അകവും പുറവും ദീനിൻ്റെ, ഇസ്ലാമിൻ്റെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായി കീഴ്പ്പെട്ടുകൊണ്ട് ജീവിതത്തെ സംസ്കരിച്ചെടുക്കുക. നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ പെരുമാറ്റത്തെ, നമ്മുടെ അഭിലാഷങ്ങളെ കടിഞ്ഞാണിട്ടുകൊണ്ട് അള്ളാഹുവിനെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് തസ്കിയത്ത് നടത്തുക എന്നുള്ളതാണ് പരിശുദ്ധ റമദാനിലെ നോമ്പ് കൊണ്ട് രണ്ടാമതായിട്ട് ലക്ഷ്യം വെക്കുന്നത്.
മൂന്നാമതായിട്ട് പരിശുദ്ധ റമദാനിൽ നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ ഒരു സാമൂഹിക സാക്ഷാത്കാരമാണ്. എല്ലാ ഇബാദത്തുകൾക്കും സാമൂഹികമായ പ്രാധാന്യം വിഭാവനയും ഉള്ളതുപോലെ പരിശുദ്ധ റമദാനും അതിലെ നോമ്പ് കർമ്മത്തിനും വലിയ സാമൂഹികമായ മൂല്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. തക്കാഫുൽ അൽ ഇജ്തിമാഇയ എന്ന് നമുക്ക് പറയാൻ കഴിയും. സാമൂഹിക ഐക്യം, സാഹോദര്യം, സഹവർത്തിത്വം, സമാധാനം തുടങ്ങി ധാരാളം ആശയങ്ങൾ കൂടി പരിശുദ്ധ റമദാനിലെ നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ആർജിച്ചെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂറത്തുൽ ഹുജറാത്തിലെ ആദ്യ ഭാഗമാണ് വിശകലനം ചെയ്തത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം. സൂറത്തുൽ ഹുജറാത്തിൽ ഒന്നാമത്തെ ആയത്ത് ആരംഭിക്കുന്നത് അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും നമ്മൾ സ്വീകരിക്കേണ്ട നയനിലപാടുകളെക്കുറിച്ചും എന്തായിരിക്കണം അവരോടുള്ള നമ്മുടെ അദബ് എന്നതിനെക്കുറിച്ചുമാണ്. അത് പറഞ്ഞതിന് ശേഷം പറയുന്നത് എന്താണ്? വത്തഖുല്ല, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അതായത് അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ റസൂലിനോടും ഏത് രൂപത്തിൽ പെരുമാറണം, അവരോടുള്ള അദബ് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കൂടെ തഖ്വയെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. അതായത് അത് തന്നെയാണ് തഖ്വ. ഒരു മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെ സൃഷ്ടാവിനോടും നമ്മുടെ ദൈവദൂതനോടും നമ്മൾ സ്വീകരിക്കുന്ന നിലപാടെന്താണോ ആ ശരിയായ നിലപാട് തന്നെയാണ് തഖ്വ. ആ തഖ്വയാണ് പരിശുദ്ധ റമദാനിലൂടെ നമ്മൾ ആർജിച്ചെടുക്കേണ്ടത്. നോമ്പിന്റെ ആത്യന്തിക ലക്ഷ്യമായ തഖ്വയെ ആ രൂപത്തിൽ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സൂറത്തുൽ ഹുജറാത്തിന്റെ ആദ്യ ഭാഗത്ത് നമ്മളത് സൂചിപ്പിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വന്നാൽ വൈൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീന ഇഖ്തതലു ഫഅസ്ലിഹു ബൈനഹുമാ എന്ന് തുടങ്ങുന്ന ആയത്തിൽ പരിശുദ്ധ ഖുർആൻ രണ്ട് പ്രധാനപ്പെട്ട കൽപ്പനകളാണ് നമ്മോട് നടത്തുന്നത്. ഫഅസ്ലിഹു വഅഖ്സിതു. ഫഅസ്ലിഹു, നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കുക. സത്യവിശ്വാസികളായ രണ്ട് കക്ഷികൾ, മുസ്ലിം സമൂഹത്തിൽ അകത്തുള്ള രണ്ട് കക്ഷികൾ പരസ്പരം പോരടിക്കുക എന്നുള്ളത് അവരുടെ സ്വാഭാവികമായ പ്രകൃതമല്ല. ഇൻ കേസ് അവർ പോരടിച്ചാൽ ഫഅസ്ലിഹു ബൈനഹും, അവർക്കിടയിൽ നിങ്ങൾ ഒത്തുതീർപ്പുണ്ടാക്കുക, സമാധാന കരാർ ഉണ്ടാക്കുക. ആ സമാധാന കരാറിൽ നിന്നും ഒരു കക്ഷി അതിൽ അക്രമം കാണിച്ചാൽ ആ കക്ഷി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തിരിച്ചെത്തുന്നത് വരെയും അവരോട് പോരാട്ടം നടത്തുക. അങ്ങനെ തിരിച്ചു വന്നാൽ വഅദിലു വഖ്സിതു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അവരോട് നിങ്ങൾ നീതിപൂർവ്വം പെരുമാറുക. അവരെ അള്ളാഹുവിന് നീതിമാന്മാരെ ഏറെ ഇഷ്ടമാണ് എന്ന് ഖുർആൻ പറഞ്ഞു വെക്കുന്നു. പരിശുദ്ധ റമദാനിന്റെ ഈ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ ആയത്തിനെ വായിക്കുമ്പോൾ ഫഅസ്ലിഹു വഅഖ്സിതു എന്ന ഈ പദ പ്രയോഗങ്ങൾക്ക് വലിയ പ്രാധാന്യം പുതിയ കാലഘട്ടത്തിലുണ്ട്. ഫഅസ്ലിഹു എന്ന് പറഞ്ഞാൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കുക എന്നുള്ള, ഒരുമിക്കുക, സഹവർത്തിക്കുക. സ്വലാഹിയത്ത് എന്ന് പറഞ്ഞാൽ നന്മയുള്ളതാവുക എന്നൊക്കെയാണ് അറബി ഭാഷയിൽ അതിൻ്റെ അർത്ഥം. ഇസ്ലാം എന്ന വാക്കിൻ്റെ തന്നെയും അർത്ഥം സുൽമ് എന്നൊക്കെ പറഞ്ഞാൽ സമാധാനം എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാം സമാധാനത്തിൻ്റെ ദർശനമാണ് എന്ന തിരിച്ചറിവ് കൂടി നമുക്ക് ഈ ആയത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. വിട്ടുവീഴ്ച ചെയ്യുക, തർക്കിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട എന്ത് നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. വ്യക്തികളിൽ നിന്നുള്ള നിലക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക വളരെ സ്വാഭാവികമാണ്. വിയോജിപ്പുകൾ ഉണ്ടാകും, എതിർപ്പുകൾ ഉണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും സംഭവിക്കും. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും ഐക്യത്തോടെയും വിട്ടുവീഴ്ചയോടുകൂടിയും സമഭാവനയോടുകൂടിയും പൊരുത്തപ്പെട്ടുകൊണ്ടും പരസ്പര ബഹുമാനത്തോടുകൂടിയും മുന്നോട്ട് പോവുക എന്ന അടിസ്ഥാന പരസ്പര ബന്ധങ്ങളുടെ മൂല്യമാണ് ഈ ആയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. റിആയത്തുൽ അദബി മഅൽ മുഖാലിഫ്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അതിലൊരു മര്യാദ കാണിക്കുക എന്ന് നമ്മൾ പറയാറുണ്ട്. നമുക്കറിയാം അർബഅത്തുൽ അഇമ്മയിൽപ്പെട്ട ഇമാം ഷാഫി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ മദ്ഹബ് പ്രകാരം ഖുനൂത്ത് നമസ്കാരം സുന്നത്തുൽ മുഅക്കദയാണ്, ഉറച്ച സുന്നത്താണ്. എന്നാൽ ഇമാം ഷാഫി റഹിമഹുല്ലാ അദ്ദേഹം മദീനയിൽ വെച്ചുകൊണ്ട് ഇമാം മാലിക് റഹിമഹുല്ലയുടെ ഖബറിനടുക്കലുള്ള പള്ളിയിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ അദ്ദേഹം ഖുനൂത്ത് നമസ്കരിക്കാറില്ല, ഖുനൂത്ത് ഓതാറില്ല. കാരണം ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മദ്ഹബിൽ ഖുനൂത്ത് നിർബന്ധമില്ല. അപ്പൊ ഇതേക്കുറിച്ച് ഇമാം ഷാഫി റഹിമഹുല്ലയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കളുടെ മദ്ഹബിന് വിരുദ്ധമായത് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടി പറയുന്നത്, ഈ ഖബറിൽ കിടക്കുന്ന ഈ പണ്ഡിതനോട്, ഈ വ്യക്തിയോടുള്ള ആദരവും മര്യാദയുടെയും ഭാഗമായിട്ടാണ് എൻ്റെ മദ്ഹബിന് മുകളിൽ അദ്ദേഹത്തിന്റെ മദ്ഹബിനെ ഞാൻ മുന്തിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. പ്രിയമുള്ളവരെ, കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈയെവിടെ കെട്ടണമെന്നതിനെ കുറിച്ച് ആശയ സംവാദങ്ങൾ നടത്തുകയും അങ്ങനെ അവാന്തര വിഭാഗങ്ങളായി പിരിഞ്ഞുപോയി പരസ്പര വൈര്യം തീർക്കുകയും ചെയ്യുന്ന മുസ്ലിം സംഘടനകളുള്ള കാലത്താണ് ഈ ഇമാമുമാരുടെ ചരിത്രം വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലില്ലാഹി സഫ്ഫൻ കഅന്നഹും ബുന്യാനും മർസൂസ്, നിങ്ങൾ ഇടതൂർന്ന കെട്ടുറപ്പുള്ള മതിൽക്കെട്ട് പോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരടിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുക എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നത്.
മുസ്ലിം ഉമ്മത്ത് ലോകത്തുടനീളം പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടതകളും അനുഭവിക്കുന്ന ഈ വേളയിൽ ഈ രൂപത്തിൽ ഉമ്മത്തിനെ ചേർത്തു നിർത്തുവാൻ, ഉമ്മത്തിൽപ്പെട്ട ഇത്തരത്തിലുള്ള വിഭാഗങ്ങൾ പരസ്പരം ചേർന്ന് വരുമ്പോൾ അതിനെ ഫസ്ലഹു എന്ന ആജ്ഞാപനത്തെ അവർ സ്വീകരിക്കുമ്പോൾ നമ്മൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത് എന്നുള്ളതാണ്. ഖൈറു ഉമ്മത്ത് ഉമ്മത്തൻ വസത ഉമ്മത്തൻ വാഹിദ എന്ന ഉമ്മത്തുമായി ബന്ധപ്പെട്ട മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട ആശയാദർശങ്ങളെ അതിനെ സ്വാഗതം ചെയ്യുവാനും അതിനെ പ്രായോഗികവൽക്കരിക്കുവാനും ഈ പരിശുദ്ധ റമദാനിൽ നമുക്ക് കഴിയേണ്ടതുണ്ട്. റമദാനോടനുബന്ധിച്ച് റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ സുഹൃത്ത് വലയങ്ങളിൽ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ അകന്നുപോയിട്ടുള്ള ബന്ധങ്ങളുണ്ടാകും. സലാം പറയാൻ മറന്നുപോകുന്ന ബന്ധങ്ങളുണ്ടാകും, രക്തബന്ധങ്ങളുണ്ടാകും. അതിനെല്ലാം ഫഅസ്ലിഹു ബൈനഹും, അവരോടെല്ലാം നിങ്ങൾ സമാധാനത്തിൽ രഞ്ജിപ്പിലെത്തുക എന്നുള്ളതാണ് പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഒന്നാമത്തെ സൂറത്തുൽ ഹുജറാത്ത് പറയുന്ന കാര്യം. രണ്ടാമതായി വഅഖ്സിതു, നിങ്ങൾ നീതി കാണിക്കുക. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിതീൻ, അല്ലാഹു നീതിമാന്മാരെ ഇഷ്ടപ്പെടുന്നു. നീതിയുടെ സാക്ഷികളാവുക എന്നുള്ളത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. ജീവിതത്തിൽ നീതിമാന്മാരാകണം. നീതിമാന്മാരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. നീതി എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ്, മൂന്ന് സംവിധാനങ്ങളോടാണ് നമുക്ക് നീതി കാണിക്കേണ്ടത്. ഒന്ന് നമ്മുടെ സൃഷ്ടാവിനോടാണ്, നമ്മുടെ ഖാലിഖിനോടാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിഅബ്ദൂൻ, മനുഷ്യനെയും ജിന്നുകളെയും സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. ആ നിലക്ക് അല്ലാഹുവിന്റെ ഹക്കിൽപ്പെട്ട ഇബാദത്തുകൾ നമ്മൾ നിർവഹിക്കുന്നുണ്ടോ, അങ്ങനെ അല്ലാഹുവിനോട് നീതി കാണിക്കുന്നതിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ നീതി അത് സമസൃഷ്ടികളോടുള്ള നീതിയാണ്, നമ്മുടെ സഹജീവികളോടുള്ള നീതിയാണ്. അക്രമങ്ങളും അനാചാരങ്ങളും അനീതിയും നടമാടുമ്പോൾ അംറു ബിൽ മഅറൂഫി വനഹി അനിൽ മുൻകർ എന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന അധ്യാപനത്തെ നമുക്ക് പ്രായോഗികവൽക്കരിക്കാൻ കഴിയുന്നുണ്ടോ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. മൂന്നാമതായിട്ട് സ്വന്തത്തോടുള്ള നീതിയാണ്. സ്വന്തത്തോടുള്ള നീതിയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു, അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. സ്വന്തം ഹവയെ, സ്വന്തം ദേഹേച്ഛയെ, സ്വന്തം വിചാരങ്ങളെ, സ്വന്തം അഭിലാഷങ്ങളെ, ആ അഭിലാഷങ്ങളെ അള്ളാഹുവിന് വേണ്ടി ബലിയറുക്കുന്നവൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവൻ, ഫൈനൽ ജന്നത ഹിയൽ മഅവാ, സ്വർഗ്ഗമാകുന്നു അവന്റെ വാസസ്ഥലം. ആ നിലയ്ക്ക് സ്വന്തത്തോടുള്ള, നഫ്സിനോടുള്ള, ആത്മാവിനോടുള്ള നീതി എങ്ങനെയാണ് കാണിക്കുക എന്ന് ചോദിച്ചാൽ നമ്മുടെ ആത്മാവിനെ സംസ്കരിക്കുന്നതിലൂടെയാണ്. നമ്മുടെ ആത്മാവിൽ പിശാച് ഉണ്ടാക്കി വെക്കുന്ന തോന്നലുകളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലികഴിപ്പിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ സ്വന്തത്തിനോട് നീതി കാണിക്കുവാൻ കഴിയുക. റമദാൻ ആവശ്യപ്പെടുന്നതും അത്തരത്തിലുള്ള ആത്മസംസ്കരണത്തിന്റെ പാഠങ്ങളാണ്. തുടർന്നുള്ള ആയത്തിൽ ഒരു സത്യവിശ്വാസി അവന്റെ പരസ്പര ബന്ധങ്ങൾ നിലനിർത്തുന്ന അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. പരസ്പര ബന്ധം, നമ്മൾ സാമൂഹിക ജീവികൾ എന്നുള്ള അർത്ഥത്തിൽ സാമൂഹിക ബന്ധങ്ങൾ സുരക്ഷിതമാകുന്നതിന് വേണ്ടി, അത് ശിഥിലമാകാതിരിക്കുവാൻ വേണ്ടി നമ്മൾ കാണിക്കേണ്ട, വ്യക്തി ജീവിതത്തിൽ പുലർത്തേണ്ട സൂക്ഷ്മതകളെ കുറിച്ച് എണ്ണി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ലാ യസ്ഖർ, നിങ്ങൾ കളിയാക്കരുത്. വലാ തൽമിസു അൻഫുസകും, നിങ്ങൾ സ്വന്തത്തെ തന്നെ കുറ്റപ്പെടുത്തരുത്. വലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ മോശം പേര് വിളിച്ച്, ഒരാൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത അയാളുടെ ചീത്ത പേര് വിളിച്ച് നിങ്ങൾ അയാളെ അപമാനിക്കരുത്. മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന യാതൊന്നും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. മനസ്സിനെ വ്രണപ്പെടുത്തരുത്. അവരനെ കുറിച്ച് തെറ്റിദ്ധാരണ അനാവശ്യമായി വെച്ചു പുലർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യരുത്. ഇജ്തനിബു കസീറൻ മിനൽ, നിങ്ങൾ ഊഹാപോഹങ്ങളിൽ ഭൂരിഭാഗവും നിങ്ങൾ ഉപേക്ഷിക്കുക, കാരണം അതൊക്കെയും തെറ്റായി പോയേക്കാം. വലാ തജസ്സസു, നിങ്ങൾ മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതങ്ങളിലേക്ക് ചുഴിഞ്ഞന്വേഷിച്ചുകൊണ്ട് ഇറങ്ങിച്ചെല്ലരുത്. വലാ യഗതബ ബഅലകും ബഅല, നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറയരുത്. അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഒരു ഗൗരവമേറിയ ഉപമ കൂടി നിർവഹിക്കുന്നുണ്ട്. അത് അങ്ങനെ മറ്റുള്ളവരെ പരദൂഷണം പറയുന്നത്, അവരെ ഹിതാബ് നടത്തുന്നത്, അത് സ്വന്തം സഹോദരന്റെ ശവത്തിൽ നിന്നും ഇറച്ചിരുന്നത് പോലെ അത്രത്തോളം അലീവസമായ, അത്രത്തോളം ആക്ഷേപാർഹമായ കാര്യമാണ് എന്ന് അങ്ങേയറ്റത്തെ ഉപമയോടുകൂടി പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ആയത്തിൽ പുരുഷന്മാരെ കളിയാക്കരുത്, സ്ത്രീകളെ കളിയാക്കരുത് എന്നാണ് ആ ആയത്തിന്റെ അർത്ഥം. അതെന്തുകൊണ്ടാണ് അങ്ങനെ പ്രയോഗിച്ചത് എന്ന് ചോദിച്ചാൽ മുഫസ്സിരീങ്ങൾ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, മുസ്ലിം സമൂഹത്തിൽ മിശ്ര സമൂഹത്തെ അംഗീകരിക്കുന്നില്ല. സ്ത്രീകളുടെ മജ്‌ലിസിൽ ഇരിക്കുമ്പോൾ അവരെ കളിയാക്കരുത് എന്നുള്ളതാണ്. അതായത് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇടകലർന്നുകൊണ്ട് ഒരു മജ്‌ലിസ് ഇല്ല എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമം എന്ന് പറയുന്നത്. നിങ്ങൾ പരസ്പരം കുത്തിപ്പറയരുത്. അതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരാളെ ആക്ഷേപിക്കുന്നതിലൂടെ, ഒരാളുടെ ഇരട്ടപ്പേര് വിളിക്കുന്നതിലൂടെ നമ്മൾ തന്നെയാണ് അവിടെ ആക്ഷേപിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ആ അർത്ഥത്തിലാണ് ഇവിടെ ഈ രൂപത്തിൽ മറ്റുള്ളവരെ ആക്ഷേപിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളെ തന്നെ കുത്തിപ്പറയുകയാണ് എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ ദുഷ്പേര് വിളിക്കുമ്പോൾ
വിളിക്കരുത് എന്ന് പറയുമ്പോൾ തന്നെയും ചില ആളുകളെ തിരിച്ചറിയുന്നതിന് വേണ്ടി വളരെ അനിവാര്യമായി നമുക്ക് അവരുമായി ബന്ധപ്പെട്ട അടയാളങ്ങൾ പറയേണ്ടി വരും. ഉദാഹരണമായി പറഞ്ഞാൽ ഹദീസ് പണ്ഡിതന്മാർ സുലൈമാനുൽ അഅമഷ് എന്ന് പറഞ്ഞാൽ മങ്ങിയ കാഴ്ചയുള്ള സുലൈമാൻ എന്നതാണ്. അപ്പൊ ഹദീസ് പണ്ഡിതന്മാർ ആ നിലക്ക് പേരുകൾ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞത് ആക്ഷേപാർഹമായിട്ടുള്ള, ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന, അയാൾ ആളുകൾക്കിടയിൽ നാണുകെടുത്തുന്ന രൂപത്തിൽ അയാളുടെ ശാരീരിക പ്രത്യേകതകൾ വെച്ചുകൊണ്ട്, അയാളുടെ കുടുംബ പാരമ്പര്യം വെച്ചുകൊണ്ട്, അയാളുടെ മറ്റെന്തെങ്കിലും ചരിത്രം വെച്ചുകൊണ്ടൊക്കെയുള്ള പേരുവിളികൾ അത് മുസ്ലിങ്ങൾക്ക്, സത്യവിശ്വാസികൾക്ക് യോജിച്ച അവന്റെ അഖ്ലാഖിൽ ഉൾപ്പെടുന്ന കാര്യമല്ല എന്നുള്ളതാണ്. അത് സാമൂഹിക ബന്ധത്തിന് കാര്യമായ പരിക്കേൽപ്പിക്കും. അസാംസ്കാരിക സമൂഹമായി സത്യവിശ്വാസികൾ മാറും. നമ്മുടെ ഇബാദത്തുകളെ അത് കാർന്നു തിന്നും എന്നുള്ളതാണ്. പരിശുദ്ധ റമദാനെ കുറിച്ച് ഇമാം ഗസാലി റഹിമഹുല്ലാഹ് മൂന്ന് വിഭാഗങ്ങളാക്കി തിരിക്കുന്നുണ്ട്. സൗമുൽ ഉമൂം, സൗമുൽ ഖുസൂസ്, സൗമുൽ ഖുസൂസുൽ ഖുസൂസ്. സൗമുൽ ഉമൂം എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ നോമ്പെടുക്കുകയും സുബഹി മുതൽ മഗ്രിബ് വരെയും ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും അതേസമയം ഈ രൂപത്തിൽ കയ്യുകൊണ്ടും കണ്ണുകൊണ്ടും എല്ലാവിധ തിന്മകളും ചെയ്യുന്ന ആളുകളെയാണ് സൗമുൽ ഉമൂം, സാധാരണക്കാരൻ്റെ നോമ്പ്. അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാം അഭിമാനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഫഇന്ന ദിമാഅക്കും വഅംവാലുക്കും വഅറാദുക്കും അലൈക്കും ഹറാമുൻ. തീർച്ചയായിട്ടും നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും നിങ്ങൾക്ക് പവിത്രമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തന്റെ സഹോദരന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചാൽ മൻ റദ്ദ അൻ ഇർളി അഖീഹി റദ്ദല്ലാഹു അൻ വജ്ഹിഹി നാറ യൗമൽ ഖിയാമ. ഒരു സഹോദരന്റെ അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരാൾ മെനക്കെട്ടാൽ അങ്ങനെയുള്ള ആൾക്ക് നരകത്തിൽ അല്ലെങ്കിൽ പരലോകത്ത് വെച്ചുകൊണ്ട് അന്ത്യനാളിൽ അള്ളാഹു നരകത്തിൽ നിന്ന് അവന്റെ മുഖത്തെ സംരക്ഷിക്കും എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടിയിട്ടുള്ള ദുസ്വഭാവങ്ങൾ, ദുശീലങ്ങൾ അവയൊക്കെയും കരിച്ചു കളയാനുള്ള പരിശുദ്ധ മാസമാണ് നമ്മുടെ മുന്നിലുള്ളത്. യർമിദു ദുനൂബ്, റമളാൻ എന്ന വാക്കുണ്ടായിട്ടുള്ളത് യർമിദു, കരിച്ചു കളയുക എന്ന വാക്കിൽ നിന്നാണ്. ഇത്തരത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ദുഷിച്ച പ്രവണതകളെ, ദുഷിച്ച സ്വഭാവങ്ങളെയൊക്കെ നീക്കം ചെയ്തുകൊണ്ട്, കരിച്ചു കളഞ്ഞുകൊണ്ട് ആത്മവിശുദ്ധിയോടുകൂടി റമളാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ഈ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്ത് നമ്മെ പഠിപ്പിക്കുന്ന വിഷയം അത് ഇസ്ലാമിൻ്റെ സാർവലൗകികമായ സാമൂഹികമായ വിമോചനത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചുമാണ്. സൂറത്തുൽ ഹുജറാത്തിൽ 6ഓളം ഇടങ്ങൾ ആരംഭിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ ആയത്ത് ആരംഭിക്കുന്നത് യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. അവരിൽ എല്ലാ സമുദായത്തിലും പെട്ട, എല്ലാ വർഗത്തിലും പെട്ട, എല്ലാ വംശത്തിലും പെട്ട, എല്ലാ ദേശങ്ങളിലും ജീവിക്കുന്ന മുഴുവൻ ആളുകളെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അങ്ങനെ പറയുന്നത്. അള്ളാഹുവും റസൂലുമായി ബന്ധപ്പെട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പരാമർശിച്ച ശേഷം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇസ്ലാമിക സമൂഹത്തിൽ ഉൾപ്പെട്ട സമൂഹങ്ങളോടുള്ള അവരുടെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നിലപാടുകളെ കുറിച്ച് പഠിപ്പിച്ച ശേഷം മുസ്ലിം സഹോദരനോട് കാണിക്കേണ്ട ബാധ്യതകളെ കുറിച്ച് പഠിപ്പിച്ച ശേഷം മൊത്തം ജനതയോട്, മുഴുവൻ ജനതയോടുള്ള സാഹോദര്യത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനമാണ് സൂറത്തുൽ ഹുജറാത്തിന്റെ അവസാനത്തിൽ പരിശുദ്ധ ഖുർആൻ നിർവഹിക്കുന്നത്. 3 യാഥാർത്ഥ്യങ്ങളാണ് ആ ആയത്തിലൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. ഒന്ന്, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, തീർച്ചയായിട്ടും മനുഷ്യൻ വർഗം മുഴുവൻ ഒന്നാണ്, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളുടെ വർഗത്തെ മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയാണ്. രണ്ടാമതായിട്ട് ഇന്നാ ജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു, നിങ്ങളെ സമൂഹങ്ങളും ഗോത്രങ്ങളുമാക്കി തിരിച്ചിട്ടുള്ളത് നിങ്ങളെ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. അടിസ്ഥാനപരമായി മനുഷ്യൻ എന്ന ഒരൊറ്റ വർഗമാണെങ്കിലും മാനവികമാണെങ്കിലും സമുദായങ്ങളും ഗോത്രങ്ങളുമാക്കി വിഭജിക്കപ്പെട്ടിട്ടുള്ളത് പരസ്പരം തിരിച്ചറിയുവാൻ വേണ്ടി മാത്രമാണ്. മൂന്നാമതാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. മൂന്നാമതായിട്ട് പറയുന്നു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, മനുഷ്യർ പരസ്പരം പെരുമയും ശ്രേഷ്ഠതയും കൽപ്പിക്കാൻ വല്ല അടിസ്ഥാനമുണ്ടെങ്കിൽ അത് അള്ളാഹിന്റെ മാർഗത്തിൽ തഖ്വയുടെ പേരിൽ മാത്രമായിരിക്കും. ഒരാൾക്ക് മറ്റൊരാളുടെ പേരിൽ അഫ്ളലാവുക, ഒരാൾ മറ്റൊരാളുടെ പേർക്ക് ശ്രേഷ്ഠത ഉണ്ടാവുക അതുകൊണ്ട് മാത്രമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ലോകത്ത് സംഭവിച്ചിട്ടുള്ള കലാപങ്ങൾ, പ്രശ്നങ്ങൾ, നാശങ്ങൾ, വംശഹത്യകൾ ഇതൊക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ വർഗം, വർണ്ണം, ഭാഷ, ദേശം, ജനത തുടങ്ങിയ വർഗപരമായ അങ്ങേയറ്റം വംശീയമായ വിവേചന ഭീകരതയുടെ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുമെന്നുള്ളതാണ്. ഉദാഹരണം, യഹൂദരെ എടുത്തു കഴിഞ്ഞാൽ യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാദം ഇസ്രായേൽ സന്തതികൾ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ദാസന്മാരാണ് എന്നുള്ളതാണ്. മറ്റുള്ളവരെല്ലാം ദൈവത്തിന്റെ പ്രത്യേക ആൾക്കാരിൽപ്പെട്ടവരല്ല, അതുകൊണ്ട് അവർ താഴെ നിൽക്കണം, ഞങ്ങളിൽ മുകളിൽ നിൽക്കണം, ഞങ്ങൾ ശ്രേഷ്ഠന്മാരാണ് എന്നാണ് അവരുടെ വാദം. ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്രാഹ്മണ ജന്മിത്വം അത് പുരാണങ്ങളിലൂടെ വർണ്ണ വ്യവസ്ഥയെ സ്ഥാപിക്കുകയും ബ്രാഹ്മണനെ സമൂഹത്തിന്റെ ഏറ്റവും ഉയർന്ന തട്ടിൽ പ്രതിഷ്ഠിക്കുകയും ശൂദ്രനെ സമൂഹത്തിന്റെ അവസാന താഴെത്തട്ടിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അമേരിക്കയിലേക്കും ആഫ്രിക്കയിലേക്കും പോയി കഴിഞ്ഞാൽ അവിടെ വെള്ള വംശീയതക്കെതിരായി കറുത്തവർ വെളുത്തവർ എന്ന വിവേചനമാണ്. കറുത്തവർ അങ്ങേയറ്റത്തെ പീഡനങ്ങൾ നേരിടുന്നുണ്ട്.
അമേരിക്കൻ ഉപഭൂഖണ്ഡത്തിലേക്ക് നുഴഞ്ഞു കയറിയ യൂറോപ്യർ അവിടെയുള്ള റെഡ് ഇന്ത്യക്കാരോട് വളരെ അങ്ങേറ്റത്തെ ക്രൂരമായാണ് പ്രവർത്തിച്ചത്. ഹിറ്റ്ലറെ കുറിച്ച് നമുക്കറിയാം. ഹിറ്റ്ലർ പറഞ്ഞത് ഞങ്ങൾ ആര്യന്മാരായിരുന്നു എന്നുള്ളതാണ്, ഞങ്ങൾ ആര്യൻ വംശത്തിൽപ്പെട്ടവരായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നൊടുക്കിയ ഫാസിസ്റ്റുകളിൽ ഒരാളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത് ലോകഘടന തന്നെ നിയന്ത്രിക്കപ്പെടുന്നത് വിവേചനപരമായ ഈ വംശീയ ദർശനത്തിലാണ്. ലോകത്തിന്റെ നാശവും ഭീകരവാദവും പടച്ചത് അത് ഇസ്ലാമല്ല, മറിച്ച് ഇത്തരത്തിലുള്ള ദേശീയവും വംശീയവുമായ വിഭജന മൂല്യങ്ങളാണ്, വിഭജന ആശയങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ ഇസ്ലാം പഠിപ്പിക്കുന്നു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാളുടെ മേൽ ആധിപത്യമുണ്ടെങ്കിൽ അത് തഖ്വയുടെയും ഈമാനിന്റെയും പേരിൽ മാത്രമായിരിക്കും എന്ന് പറയുക. ഇസ്മു തഫ്ളീലായിട്ടാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അക്രമക്കും ഏറ്റവും ആദരിക്കപ്പെട്ടവൻ, അത്ഖാക്കും ഏറ്റവും തഖ്വയുള്ളവനാണ് എന്നുള്ളതാണ്. നോമ്പിന്റെ ഒന്നാമത്തെ ലക്ഷ്യത്തിലേക്ക് തന്നെ സൂറത്തുൽ ഹുജറാത്ത് നമ്മെ മടക്കി കൊണ്ടുപോവുകയാണ്. ഈ ലോകക്രമത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമും ജാഹിലിയത്തും വളരെ വേറിട്ട് നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അനീതിക്കെതിരെയുള്ള നീതിയുടെ മതമാണ് ഇസ്ലാം. അക്രമത്തിനും നാശത്തിനുമെതിരെയുള്ള സമാധാനത്തിന്റെ ദർശനമാണ് ഇസ്ലാം. ഉറുപ്പിനും വിദ്വേഷത്തിനുമെതിരെയുള്ള സാഹോദര്യത്തിന്റെ പ്രത്യാശാസ്ത്രമാണ് ദീനുൽ ഇസ്ലാം. ആ ഇസ്ലാമിനെ പ്രാവർത്തികമാക്കുവാൻ, തിരിച്ചറിയുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. സംഘർഷങ്ങളും വിയോജിപ്പുകൾക്കും മുകളിൽ സഹവർത്തിത്വത്തിന്റെയും രഞ്ജിപ്പിന്റെയും ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ദീനുൽ ഇസ്ലാമിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഭൗതിക പുരോഗമന ലോകം എന്ന് അവകാശപ്പെടുന്നവർ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും അപരിഷ്കൃതർ എന്ന് ആക്ഷേപിച്ചിരുന്ന ലിബറൽ അസാംസ്കാരിക ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങൾ നമുക്കറിയാം. ആ ലോകം ഒരു നാണവുമില്ലാതെ തുണിയുരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭൗതികത, ജീവനും സംസ്കാരവും തൊട്ടുതീണ്ടാത്ത, യാതൊരു മൂല്യങ്ങളും ധാർമ്മികതയും കൈക്കൊള്ളാത്ത നിഷ്കളങ്ക ബാല്യങ്ങളുടെ രക്തം പുരണ്ട ശവപ്പറമ്പുകളായി എന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ ഭൗതിക ലോകം എന്നാണ് എഫ്സ്റ്റീൻ ഫയൽസ് അടക്കം നമ്മുടെ അവസാനമായി പറഞ്ഞു വെക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഭൗതികത അത് നമ്മെ സ്വർഗത്തിലേക്ക് എത്തുകയില്ല. ഇസ്ലാമാണ് ഈ ഭൗതിക പ്രത്യാശാസ്ത്രങ്ങൾക്ക് മുകളിൽ. കാരണം ഭൗതികതക്ക് യാതൊരു സാംസ്കാരിക അടിത്തറയുമില്ല, അതിന് യാതൊരു മൂല്യവ്യവസ്ഥയുമില്ല, അതിന് യാതൊരു ആദർശ അടിത്തറയുമില്ല. പക്ഷേ ദീനുൽ ഇസ്ലാം അത് കൃത്യമായ സാംസ്കാരികതയിൽ മുന്നോട്ട് പോകുന്നോ. ഇസ്ലാമാകുന്നു ലോകത്ത് വിമോചിക്കാനുള്ള ഒരേ ഒരു പരിഹാരം. മൂല്യങ്ങൾ അസ്തമിച്ച് മരവിച്ചു പോയ ഈ ലോകത്തിന് ജീവൻ നൽകാൻ കഴിയുന്നത് അത് ഇസ്ലാമിന്റെ റൂഹിന് മാത്രമാകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സൂറത്തുൽ ഹുജറാത്ത് നമ്മെ പഠിപ്പിക്കുന്നത് ആ രൂപത്തിൽ നമ്മുടെ സമൂഹത്തെയും നമ്മുടെ വ്യക്തികളെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും ഒക്കെ സംസ്കരിച്ചുകൊണ്ട് തസ്കിയത്തുൻ നഫ്സ് നടത്തിക്കൊണ്ട് തഖ്വ ആർജിച്ചുകൊണ്ട് സാമൂഹികമായ വിഭാവനയെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമാണ് സൂറത്തുൽ ഹുജറാത്ത് ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ അതുപോലെ പാലിച്ച് പ്രാവർത്തികമാക്കുവാൻ റബ്ബുൽ ഇസ്സത്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീൻ. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل وسلم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. سبحان الله. أوصيكم بثانية بتقوى الله، اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إذا جاء رمضان فتحت أبواب الجنة وغلقت أبواب النار وصفدت الشياطين. റമദാൻ സമാഗതമാകുന്നതോടുകൂടി സ്വർഗത്തിന്റെ വാതിലുകൾ മലക്കെ തുറക്കപ്പെടുകയും നരകവാതിലുകൾ കൊട്ടിയടക്കപ്പെടുകയും പിശാചുക്കൾ ബന്ധനസ്ഥമാക്കപ്പെടുകയും ചെയ്യും എന്ന് പ്രവാചക വചനം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഷഹാദത്തിനേക്കാൾ മുകളിൽ പരിശുദ്ധ റമദാൻ അധികം ലഭിച്ച സത്യവിശ്വാസിക്ക് ഇസ്ലാം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. റമദാൻ നമ്മുടെ മുന്നിലെത്തി നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് ആത്മസംസ്കരണത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഖുർആൻ പറയുന്നത് ഖു അൻഫുസിക്കും വഅഹ്ലീക്കും നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിക്കുക. ആർത്ഥത്തിൽ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും നമ്മുടെ സമൂഹത്തെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് പരിശുദ്ധ റമദാനെ കൃത്യമായി ചിട്ടപ്പെടുത്തിക്കൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇബാദത്തുകളിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പള്ളികളുമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിച്ചുകൊണ്ട് തറാവീഹ് നമസ്കാരത്തിന് കൃത്യമായി പങ്കെടുത്തുകൊണ്ട് കൃത്യമായി നോമ്പനുഷ്ഠിച്ചുകൊണ്ട് പരമാവധി സൽക്കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും ഒക്കെ നൽകിക്കൊണ്ട് അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പുകാർക്ക് സവിശേഷമായി നൽകപ്പെടുന്ന റയ്യാൻ കവാടത്തിലൂടെ സ്വർഗം നേടിയെടുക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് ത്വയ്യിബ സറാഹും വജഅൽ ജന്നത മഅവാന വ മഅവാഹും. اللهم اجرنا من النار، اللهم اجر والدينا من النار،
اللهم اجرنا من النار ربنا اغفر لنا ولآبائنا ولأمهاتنا ورب ارحمهم كما ربونا صغارا اللهم انصر المسلمين في كل مكان اللهم انصرهم في كل أنحاء العالم اللهم انصرهم في فلسطين اللهم لا تسلط علينا من لا يرحمنا ولا يخافك فينا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اغفر لنا وإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى على نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين